ഡിസംബർ 7 ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച. മത്തായി 3:1-12 വരെ വാക്യങ്ങൾ. ഒരു ദിവസം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മദ്യപിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ അടുത്ത കൂട്ടാളിയായ ക്ലീറ്റസിനെ വധിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ സുബോധം വന്ന ശേഷം അലക്സാണ്ടർ തൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കഠിനമായി ദുഃഖിച്ചു. യഥാർത്ഥ അനുതാപത്തിൻ്റെ പ്രകടനമായി അവൻ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നു തൻ്റെ രാജകീയ വസ്ത്രങ്ങൾ വലിച്ചു കീറി നെഞ്ചിലടിച്ചുകൊണ്ട് വിലപിച്ചു. ക്ലീറ്റസ്, സൂര്യപ്രകാശം കാണാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഞാനൊരു നന്ദികെട്ട മൃഗമാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഉപദേശകനായ നിന്നെ ഞാൻ വധിച്ചു. മഹാനായ ദാവീദ് രാജാവ് ബത്ശേബയുമായി വ്യഭിചാരം ചെയ്തപ്പോൾ അവൾ ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവിട്ടു. ദാവീദിനെ ചോദ്യം ചെയ്യാൻ ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചു. തൻ്റെ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ദാവീദ് ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചു. തൻ്റെ പാപം ഏറ്റുപറയുകയും അനുതപിക്കുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. തൽഫലമായി കർത്താവ് അവൻ്റെ പാപം ക്ഷമിച്ചു. ആഗമനകാലത്തിലെ രണ്ടാം ഞായറാഴ്ചയിലെ സുവിശേഷ വായന അനുതാപത്തിൻ്റെയും ക്ഷമയുടെയും പാഠം നൽകുന്നു. യോഹന്നാൻ്റെ പ്രസംഗത്തോടെയാണ് ആരംഭിക്കുന്നത്. മാനസാന്തരപ്പെടുവിൻ, കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ലോകം പ്രതീക്ഷിച്ചത് രക്ഷകൻ വരാൻ പോകുന്നുവെന്നും അവനോടൊപ്പം സ്വർഗരാജ്യം വരുമെന്നും യോഹന്നാൻ വിശ്വസിച്ചു. കർത്താവിന് വഴിയൊരുക്കുന്നതിനായി അവൻ തൻ്റെ ജീവിതം സമർപ്പിച്ചു, നിർഭയമായി. യോഹന്നാനെ ചിലപ്പോൾ മുന്നോടിക്കാരൻ എന്ന് വിളിക്കുന്നു, ഫോർ റണ്ണർ. കാരണം അവൻ യേശുവിന് മുമ്പേ വന്നു. യേശുവിൻ്റെ വരവ് പ്രഖ്യാപിക്കാനും ലോകത്തെ യേശുവിന് വേണ്ടി ഒരുക്കാനും യോഹന്നാൻ വന്നു. ഇത് നമ്മെ പ്രേരിപ്പിക്കുന്ന ഇതാണ്, നമ്മുടെ മുന്നോടി ആരാണ്? എങ്ങനെയാണ് യേശു നമ്മെ ഒരുക്കുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ലോകത്തിലേക്കും വരുന്നതിന് ആരാണ് കാരണം, അല്ലെങ്കിൽ എന്താണ്? സ്നാപക യോഹന്നാൻ്റെ ഉദ്ദേശം ആ മുൻഗാമിയാവുക, മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് വിളിക്കുക, കർത്താവിൻ്റെ വഴി ഒരുക്കുക എന്നതായിരുന്നു. എന്നാൽ നമ്മുടെ തിരക്കേറിയ ഭൗമിക ലോകത്ത് നമുക്ക് വേണ്ടി അത് ചെയ്യാൻ ആരാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ്? ഒരുപക്ഷെ ആ മുന്നോടി ഒരു വ്യക്തിയല്ലായിരിക്കാം. ഉദാഹരണത്തിന് ഒരു രോഗമായിരിക്കാം ചിലപ്പോൾ നമ്മെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വഴിയൊരുക്കുന്നത്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ഈ വാക്ക് മാനസാന്തരപ്പെടുവിൻ ഗ്രീക്കിൽ മെറ്റനോയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരിയുക, പിന്തിരിയുക എന്നതാണ്. ഒരാളുടെ ജീവിതം പൂർണ്ണമായ ഒരു പുനഃക്രമീകരണത്തിന് മാറ്റാനുള്ള സന്നദ്ധത എന്നാണ് ഇതിനർത്ഥം. മാനസാന്തരം ആവശ്യമായി വരുന്നതിൻ്റെ കാരണം സ്വർഗരാജ്യം അടുത്തിരിക്കുമെന്നതാണ്. സ്വർഗരാജ്യം എല്ലാ സൃഷ്ടികളിലും ദൈവത്തിൻ്റെ ഭരണത്തെ സൂചിപ്പിക്കുന്നു. രക്ഷകൻ്റെ ജനനത്തിൻ്റെ ആഘോഷത്തിനായി നാം ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരു മെറ്റനോയ ഉണ്ടാകാൻ നമ്മളെ തന്നെ ഒരുക്കാം. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം Kerala.